ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? റിയാക്ഷൻസ് ബൈഹാർട്ട് ചെയ്യുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രി ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് അല്ല, അത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കെമിക്കൽ റിയാക്ഷന്റെ ടിപ്സ് എന്താണെന്ന് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഓസനോളിസിസ് ഓഫ് 2-methyl propene gives. What is ഓസനോളിസിസ്? ഓസനോളിസിസ് എന്ന് പറയുന്നത് ഓസോണുമായിട്ട് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്തിട്ട് ഈ ഒസോണൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഈ ഒസോണൈഡിനെ സിങ്കിന്റെ പ്രസൻസിൽ സിങ്ക് ബാർ H2O സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൽഡിഹൈഡുകളോ കീറ്റോണുകളോ. അപ്പോൾ ഈ റിയാക്ഷനിൽ 2-methyl propene ഓസനോളിസിസ് നടത്തിയിരിക്കുന്നത്. 2-methyl propene ഓസനോളിസിസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓസോണൈഡ് ആണത്. അതിനെ സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? CH3CO, CH3 and HCHO. ഇതിന്റെ പേരെന്താണ്? പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ. ഇതിന്റെ പേര് മെഥനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, മെഥനാൽ ആൻഡ് അസറ്റോൺ. ഓക്കെ, അപ്പൊ ഇത് വളരെ വലിയ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ആൽക്കീനെ എടുക്കുന്നു, അതിന്റെ ഓസനോളിസിസ് നടത്താനായിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുന്നു ഡബിൾ ബോണ്ടിനെ, എന്നിട്ട് രണ്ട് വശത്തും നമുക്ക് ഓക്സിജനെ ആഡ് ചെയ്ത് കൊടുക്കുക, ദെൻ പ്രൊഡക്റ്റുകൾ എഴുതുക. എങ്ങനെയാ വരുന്നത്? CH3 C ഡബിൾ ബോണ്ടോ CH3 പ്ലസ് HCHO, CH3 C ഡബിൾ ബോണ്ടോ CH3 പ്ലസ് HCHO. ജസ്റ്റ് കട്ട് ചെയ്യുക, ഇരുവശത്തും ഓക്സിജൻ കൊടുക്കുക. ഏത് ആൽക്കീൻ തന്നാലും ഓസനോളിസിസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുക, അപ്പുറം രണ്ടു വശത്തും ഓക്സിജൻ കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയാം. നമുക്ക് തന്നിരിക്കുന്ന ആൽക്കീനിൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ബ്രാഞ്ച് ഇല്ല എങ്കിൽ ഓൾവേസ് ആൽഡിഹൈഡുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ഉണ്ട് എങ്കിൽ നമുക്ക് കീറ്റോണുകളാണ് കിട്ടുന്നത്. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ ബ്രാഞ്ചിന്റെ എണ്ണം കൂടിയാൽ കീറ്റോണുകൾ കിട്ടാനുള്ള സാധ്യത കൂടുന്നു. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ ബ്രാഞ്ചിങ് ഇല്ല എങ്കിൽ ആൽഡിഹൈഡ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഇതുപോലെ ടിപ്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കണ്ടെത്താം. ബൈ.